ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മളുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 2 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ സ്കൂളിലോട്ട് പോയൊരു ദിവസമാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂളൊക്കെ? ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ പുതിയ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അക്കാഡമിക് ഇയർ ആവട്ടെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ, നമ്മുടെ അലിഫ് എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഇനി മുതൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ടും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ വേർഷൻ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 8th 9th 10th CBSE അതുപോലെ തന്നെ 8th 9th 10th സ്റ്റേറ്റ് സിലബസിൻ്റെ മാത്സ് നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഫുള്ളായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ 1-to-1 ക്ലാസ് ആയിട്ടും അതുപോലെ തന്നെ ബാച്ച് ക്ലാസ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ 1-to-1 ക്ലാസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ച് ക്ലാസ് 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ബാച്ച് ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലോട്ട് വരാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ക്വയർ ആൻഡ് ക്യൂബ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ നമ്മൾ ആ ചാപ്റ്റർ എടുക്കുന്ന മുമ്പ് ചില കാര്യങ്ങൾ, മാത്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്, സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ? അതായത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാത്സ് പഠിക്കുമ്പോൾ എപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ സിനിമ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വീഡിയോ കാണുന്ന പോലെയല്ല മാത്സ് ക്ലാസ് നമ്മൾ കേൾക്കേണ്ടത്. അതെങ്ങനെയാണ്? അത് ലിസൺ ചെയ്ത് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ടിലോട്ട് അത് എഴുതിയെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. അത് നമ്മൾ മാത്സ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈംലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടികൾക്ക് അത് വളരെ പ്രയാസമായിട്ടായിരിക്കും എക്സാം ടൈമിൽ ഫീൽ ചെയ്യുക. സോ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. അഡീഷണൽ നിങ്ങളൊരു നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയുക, പഠിക്കണം ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഉറപ്പായിട്ട് നിങ്ങളൊരു നോട്ട് പാഡ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതാം. എൻ്റെ നോട്ട് പാഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ചില ഇക്വേഷൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, ചില തിയറംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഇതൊക്കെ നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതും, ഉറപ്പായിട്ടും എഴുതും. പക്ഷേ നമ്മളൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ചില കുട്ടികളിൽ 1, 2, 3 നോട്ട്ബുക്കൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ ആനുവൽ എക്സാം ഒക്കെ വരുന്ന സമയത്ത് ഈ കണ്ട നോട്ട്ബുക്ക് മറിച്ച് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താവില്ല, പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊരു നോട്ട് പാഡ് ഉണ്ടെങ്കിൽ ഇതിലുള്ള ഇക്വേഷൻസ്, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒരു എക്സാം ഹാളിലോട്ട് കയറുമ്പോഴാണ് നമുക്കൊരു ഡൗട്ട്, ഈ ഇക്വേഷൻ എന്താണ് ചെയ്യുക, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് ഡൗട്ട് നമുക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ കണ്ട 3 നോട്ട്ബുക്ക് മറിച്ച് നോക്കുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന ചാപ്റ്റർ ആണ്, പക്ഷെ എന്നാൽ ടൈമിൽ നമുക്കത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു നോട്ട് പാഡ് ഉണ്ടാകുമ്പോൾ നമുക്കതിന് പെട്ടെന്ന് തന്നെ ഓക്കെ ഇതാണ് ഇക്വേഷൻസ്, ഇങ്ങനെ നമുക്ക് റെഫർ ചെയ്തിട്ട് എക്സാം ഹാളിലോട്ട് കയറുമ്പോൾ അത് നമ്മൾ ഹെൽപ്ഫുൾ ആക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കയ്യിലൊരു നോട്ട് പാഡും അതുപോലെ തന്നെ നോട്ട്ബുക്കും പെന്നും അതുപോലെ തന്നെ നമ്മുടെ ജോമെട്രിക് ചാപ്റ്റേഴ്സ് വരുമ്പോൾ ജോമെട്രി ബോക്സൊക്കെ നിങ്ങൾ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ജനറലായിട്ട് മക്കളോട് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്ക്വയർ ആൻഡ് ക്യൂബ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നിങ്ങൾ സ്ക്വയർ എന്താണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ക്വയറിൻ്റെ പ്രത്യേകത പറഞ്ഞേ? ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിനെന്തുണ്ടായിരിക്കും, 4 സൈഡ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? 4 സൈഡാണ് അതിനുണ്ടാവുക അല്ലേ? ഈ 4 സൈഡിൻ്റെ പ്രത്യേകത എന്താ? തീർച്ചയായിട്ടും 4 സൈഡും എങ്ങനെയായിരിക്കും? 4 സൈഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും 4 സൈഡിനുണ്ടായിരിക്കാം. അത് ഉറപ്പല്ലേ? സോ ഞാൻ പറയാണ്, ഇവിടെ ഇതെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതെന്ന് പറഞ്ഞൊരു 3 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി സൈഡുകളൊക്കെ എന്തുതന്നെയായിരിക്കും? നമുക്കറിയാം അല്ലേ, അതെന്തായിരിക്കും? 3 തന്നെയായിരിക്കും. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്വയറിൻ്റെ ഏരിയ അതുപോലെ തന്നെ പെരിമീറ്റർ, വോളിയം ഒക്കെ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് 2 കാര്യങ്ങളുണ്ട്. ഏരിയ എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ പെരിമീറ്റർ എന്താണെന്ന് അറിയണം. ഓക്കെ,
എന്താണ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിനെയാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ് സൈഡ് ഇൻറ്റു സൈഡാണ്. ഓക്കെ ആണോ? സൈഡ് ഇൻറ്റു സൈഡാണ്. എന്താണ് പെരിമീറ്റർ പറയണത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 4 ഭാഗവും കൂട്ടുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് 4 ഇൻറ്റു സൈഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം? നമുക്ക് വരുന്നുണ്ടായിരിക്കാം സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ. സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം 3 ഇൻറ്റു 3. സോ ദ ഏരിയ ഓഫ് എ സ്ക്വയർ പറയുന്നത് എന്താണ് 9 എന്ന് കിട്ടി. ഏരിയ ഓഫ് എ സ്ക്വയർ പറയുന്നത് എന്ത് കിട്ടി 9 എന്ന് കിട്ടി. അതേ സമയത്ത് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ പറയുന്നത് എന്തായിരിക്കും? അത് 12 ആയിരിക്കും. ഓക്കെ ആണോ? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളായിട്ട് വേണ്ട ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് സൈഡ് ഇൻറ്റു സൈഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാം കുറച്ച് നമ്പേഴ്സുകൾ തരാം. ഇതിൻ്റെ ഏരിയകൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ ആണോ? ഞാൻ പറയണ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും വരിക? ഏരിയ എന്തായിരിക്കും വരിക? 1 അല്ലേ. 1 ഇൻറ്റു 1 1. അടുത്ത് 2 ആണെങ്കിലോ നമുക്കറിയാം 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് നമുക്ക് എന്താ അറിയാം 4 ആണെന്ന് അറിയാം. അടുത്തത് 3 ആണെങ്കിൽ 3 ഇൻറ്റു 3 9. അടുത്തത് 4 ആണെങ്കിൽ 4 ഇൻറ്റു 4 എന്താണ് 16. 5 ഇൻറ്റു 5 എന്താണ് 25. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? അപ്പോൾ ഒരു സൈഡ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ഏരിയ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. പറ്റണം. ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് വന്ന് ഇത് ഞാൻ ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. എന്താണ് നമുക്ക് അറിയേണ്ടത്? ഒരു സൈഡിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ 6th സ്റ്റാൻഡേർഡ് 7th നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ക്വയറിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരേ നമ്പറിനെ അതേ നമ്പറായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിനെയാണ് സ്ക്വയറിങ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഏരിയയിലും കണ്ടത്. ഒന്നുകൂടി പറയാണ്, ഒരേ നമ്പറിനെ അതേ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയറിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സ്ക്വയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ നമ്പറിന് വെച്ചിട്ട്, അതായത് ഇതാ a square is a number is what we get when we multiple number by itself. അതേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറിനെയാണോ സ്ക്വയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതേ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടോ? അപ്പോൾ ഈ സ്ക്വയറിങ് ചെയ്തതിന് എങ്ങനെ ചെയ്താൽ നോക്കൂ. n ഇൻറ്റു എന്നിനെ നമ്മൾ n സ്ക്വയർ എന്ന് എഴുതും. അപ്പം ഞാൻ പറയട്ടെ 1 ഇൻറ്റു 1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? 1 സ്ക്വയർ അഥവാ 1 എന്ന് കിട്ടും. അപ്പോൾ 1 പവർ റൈസ് ടു 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയാം. അഥവാ 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ 2 സ്ക്വയർ 1 എന്താണ്? 2 സ്ക്വയർ 1 2 ഇൻറ്റു 2 ദാറ്റ് മീൻ 4. അപ്പോൾ 10 സ്ക്വയർ 1 എന്താണ്? 10 ഇൻറ്റു 10 ഈക്വൽ ടു 100. ഇത് ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾക്കിനി പാറ്റേൺസിനെ കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് പാറ്റേൺസ് ഇൻ സ്ക്വയർ നമ്പേഴ്സ്. അതായത് നമുക്കിതൊരു തന്നിട്ടുള്ള നമ്പർ ഒരു സ്ക്വയർ ആണോ അല്ലേ എന്ന് കണ്ടെത്തുന്ന ചില മെത്തേഡുകളുണ്ട്. അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ സ്ക്വയറാണ്, ഏതിൻ്റെ അണ്ടറിലാണ് ഇവ വരിക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് നോക്കൂ, പാറ്റേൺ ഇൻ ദ സ്ക്വയർ നമ്പേഴ്സ് എന്നാണ്. നോക്കൂ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ്. ഫസ്റ്റ് ആണ് നമുക്ക് പഠിക്കാതെ ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ്. അതായത് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയറിൽ വരിക എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഓക്കെ ആണോ?
അപ്പൊ എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയറിംഗ് ആണ് പറഞ്ഞത് അല്ലേ. സ്ക്വയറിംഗ് ആണ് എന്താ, ഒരു നമ്പറിനെ അതേ നമ്പറായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് സ്ക്വയറിംഗ് എന്ന് പറഞ്ഞത്. ഇനി പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് ഇവിടെ ഒരു ആൻസർ നാച്ചുറൽ നമ്പർ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ ആണോ? ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നമുക്ക് നാച്ചുറൽ നമ്പർ എന്താണെന്ന് അറിയാലോ. എന്താണ് ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ? ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എക്സെട്ര. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നോക്കൂ, നമ്മൾ പറഞ്ഞു 1 സ്ക്വയർ എന്ന് പറഞ്ഞു. 1 സ്ക്വയർ പറയുന്നത് എന്താണ്? 1 സ്ക്വയർ പറയുന്നത് 1 ആണ്. 2 സ്ക്വയർ എന്താണ്? 4 ആണ്. 3 സ്ക്വയർ പറയുന്നത് 9 ആണ്. ഇവിടെ 1, 4, 9 ഒക്കെ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇനി എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതിന് ഉദാഹരണം എന്താ നമുക്ക് പറയാം? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പം 1.5 സ്ക്വയർ. ഓക്കെ, 1.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ 1.5 സ്ക്വയർ എന്നാ? നോക്കൂ, 1.5 സ്ക്വയർ ആണ് 1.5. 5 into 5 എന്താണ്? 25. 5 into 1 എന്താണ്? 5 തന്നെയാണ്. ഇവിടെ 2 ഉണ്ട്, 7. Then 1 into 5, 5. 1. Okay. So 5. 7 plus 5 പറയുന്നത് എന്താണ്? 12. സോ നമുക്ക് എന്ത് കിട്ടി? 225 അഥവാ നമുക്ക് 2 പോയിന്റ് ആൻസർ എന്തോ നോക്കൂ, 2.25. 2.25 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണോ? 2.25 എന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല. ആണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവണം, ഇതിലുണ്ടാവണം. 2.25 എവിടെ വരും? ഇത് രണ്ട് നമ്പറിന്റെ ഇടയിലാണ് അവ വരിക. ഓക്കെ ആണോ? അപ്പൊ 2.25 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1.5ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടില്ല. പക്ഷെ അത് സ്ക്വയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ ചെക്ക് ചെയ്യുന്ന രീതിയും അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത്. ഏതൊക്കെയാണ് നമ്പേഴ്സുകൾക്കാണ് സ്ക്വയറിംഗ് ഉണ്ടാവുക? ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആവുക അല്ല എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എ സ്ക്വയർ നമ്പർ ഓൺലി എൻഡ് വിത്ത് ദീസ് നമ്പേഴ്സ്. ഒരു സ്ക്വയർ നമ്പർ ഉറപ്പായിട്ടും ഏതൊക്കെ നമ്പേഴ്സ് ആയിട്ട് ഇതാവുള്ളൂ? ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള 0, 1, 4, 5, 6, 9. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സാ വരാത്തത്? അപ്പോ 2, 3, 7, 8. ഈ നമ്പേഴ്സുകളൊന്നും എവിടെ വരില്ല? എവിടെ വരില്ല? നമ്മളുടെ സ്ക്വയറിംഗിൽ യൂണിറ്റ് ഡിജിറ്റോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. യൂണിറ്റ് ഡിജിറ്റ് എന്നതാണ് ഇപ്പോൾ പിന്നെ 101 അല്ലെങ്കിൽ 102 ആണ്. ഇവിടെ 2 ആണ് എന്ത്? യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഒരു ലാസ്റ്റ് ഡിജിറ്റില് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റില് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്വയർ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലാസ്റ്റ് ഡിജിറ്റിൽ ഈ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സ്ക്വയർ വരും, സ്ക്വയർ ആവും. പക്ഷെ ഈ നമ്പേഴ്സ് ആണെങ്കിൽ അതെന്താവില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല, സ്ക്വയർ ആവില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തത് 0 at the end. എന്താ പറഞ്ഞത്? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് 0, ഇറ്റ്സ് സ്ക്വയർ വിൽ ബി ഹാവ് എ ട്വൈസ് ഓഫ് മെനി 0 at the end. എന്താണ് നമ്മളിപ്പോൾ പറയുകയാണ്? 10 എന്ന് പറയാണ്. അപ്പൊ അതിന്റെ ആൻസറിൽ എന്തിടായിരിക്കും? നമ്മൾ 10ൽ ക്വസ്റ്റ്യനിൽ എത്ര 0 ഉള്ളൂ? ഒരു 0 ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര 0 വരും? ട്വൈസ് ആണ്. അതിന്റെ രണ്ടെണ്ണം കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും? 100 വരും. ഇനി 100 ആണ് വരുമെങ്കിലോ 100ൽ എത്ര 0 ഉണ്ട്? 2 0 ആണ്. അപ്പോൾ അത് അതിന്റെ ആൻസറിൽ എത്ര 0 ഉണ്ടാവും? 4 0 ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ 3 0 ആകുമ്പോൾ 6 0. ഇങ്ങനെയാണ് 0ന്റെ കാര്യത്തിൽ നമ്മളുടെ ആൻസർ പോകുന്നത്, സ്ക്വയറിന്റെ കാര്യത്തിൽ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് എ 0, ഇറ്റ്സ് സ്ക്വയർ വിൽ ബി ട്വൈസ് ആസ് മെനി സീറോസ് അറ്റ് ദ എൻഡ്. ഓക്കെ ആണോ? അതായത് ലാസ്റ്റ് ഡിജിറ്റിൽ എത്ര 0 ഉണ്ട് നോക്കാം. ഓക്കെ, ഈ 0ന്റെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് വരിക? ആൻസറിൽ 0ന്റെ എണ്ണം വരിക. ക്ലിയർ ആണോ? ഓക്കെ.
അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത് ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ്? ഇഫ് എ സ്ക്വയർ ഓഫ് എ ഈവൻ നമ്പർ, ഇഫ് എ സ്ക്വയർ ഓഫ് എ ഈവൻ നമ്പർ എന്തായിരിക്കും? അത് ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. ഇഫ് എ സ്ക്വയർ ഓഫ് എ ഓഡ് നമ്പർ ഇറ്റ് ഈസ് ഓൾസോ എ ഓഡ് നമ്പർ. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ക്വയറിൽ എൻഡിൽ വരുന്ന നമ്പേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? 0, 1, 4, 5, 6, 9. വരാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 7, അതുപോലെ തന്നെ 8. പിന്നെ നമ്മൾ പറഞ്ഞു 0നെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? 0 അറ്റ് ദ എൻഡ്, ലാസ്റ്റ് എൻഡിൽ വരുന്ന സീറോസിന്റെ കൗണ്ട് അനുസരിച്ചിട്ട് ആയിരിക്കും അവകളുടെ എന്തെന്ന് പറയുന്നത് ആൻസറിൽ സീറോസിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഡബിൾ ആയിരിക്കും, ട്വൈസ് ആയിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു നോക്കും? ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ്. എന്താണ് അതിന്റെ കണ്ടീഷൻ? ദ സ്ക്വയർ ഓഫ് എ ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ബി ഈവൻ ആൻഡ് ഓൾസോ സ്ക്വയർ ഓഫ് എൻ ഓഡ് നമ്പർ ഈസ് ഓൾസോ ഓൾവേസ് ബി എ ഓഡ് നമ്പർ. ഓക്കെ ആണോ? ക്ലിയർ? നോക്കൂ, സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. എന്താണ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കും. ദ സ്ക്വയർ ഈസ് എ ഫാസിനേറ്റിംഗ് പാറ്റേൺ ബിറ്റ്വീൻ സ്ക്വയർ നമ്പർ ആൻഡ് ഓഡ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ പറഞ്ഞത് നോക്കൂ. ഇവിടെ നോക്കൂ, 1 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ആണ്. സോ അതിന് ആൻസർ എന്ത് വന്നു? 1 സ്ക്വയർ വന്നു. ഇനി 1ഉം 3ഉം എന്താണ്? നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ്. എന്തൊക്കെ അറിയാം? ഓഡ് നമ്പേഴ്സ് ആണ് നമുക്ക് ഏതൊക്കെ അറിയാം? 1 അറിയാം, 3 അറിയാം, 5 അറിയാം, 7 അറിയാം, 9 അറിയാം. അങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഇനി 1 നമുക്ക് ഇത് കിട്ടി. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടി നോക്കും. ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് 4 കിട്ടി. 4 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയറാ? അല്ലെ, 2ന്റെ സ്ക്വയർ ആണ് 4 എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, അടുത്ത് ഇവിടം വരെ 1 മുതൽ 5 വരെ 1, 3, 5 നമുക്ക് 9 കിട്ടി. 9 ഏതിന്റെയാണ്? 3 സ്ക്വയർ. അടുത്ത് നോക്കൂ, 1, 3, 5, 7, 16 ഏതിന്റെയാണ്? നമുക്ക് ആ ഓർഡർ കിട്ടുന്നുണ്ട് അല്ലേ? 1, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. ഈ രീതിയിലാണ് നമ്മളുടെ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. ഒരു എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ. അത് തന്നെയാണ് ഇവിടെ ഒരു ഫിഗറിലൂടെ അവർ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, ഇവിടെ നമുക്ക് ഇവിടെ 1 ഉണ്ട്, 3 ഡോട്ട് ഉണ്ട്. ഇത് കൂട്ടുമ്പോൾ നമുക്ക് സ്ക്വയർ ഫോം ആവുന്നുണ്ട് അല്ലേ? അതുപോലെ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. ഇവിടെ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. ഇവിടെ ഫോം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു സ്ക്വയർ രീതിയിൽ നമുക്കത് ഫോം ചെയ്ത് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിട്ടില്ല എന്താ നോക്കൂ. ദിസ് പാറ്റേൺ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ ആഡിങ് L-shaped layer around a central point where each new layer represent a next odd numbers ആണ്. നോക്കൂ, ഇവിടെ നമ്മൾ ഒരു L ഫോം ചെയ്തു അല്ലേ? ഇവിടെ നമുക്ക് 1, ഇനി അതിന്റെ മോൾക്ക് ഒന്നുകൂടി ഫോം ചെയ്താൽ കണ്ടോ, വീണ്ടും നമ്മൾ ഒന്നുകൂടി ഫോം ചെയ്തു. അടുത്തത് ഫോം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ ഒന്ന് ഫോം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു L ഫോം ചെയ്ത് കിട്ടി. ഇതിന് മുകൾക്ക് വേറൊരു ലെയറോടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്തൊരു L ഫോം കിട്ടി. അതാണ് ഇവിടെ ഈ ഒരു ഫിഗറിലൂടെ നമുക്ക് പറഞ്ഞുതരാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ റൂട്ടിനെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് സ്ക്വയർ ഫോം ചെയ്തിട്ടുള്ളത്, എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മളൊരു സ്ക്വയറിൻ്റെ എൻഡിലെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളത് സ്ക്വയർ ആണോ അല്ലേ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റി. പിന്നെ ലാസ്റ്റ് n ഡിജിറ്റിലെ സീറോസിനെ വെച്ചിട്ട് നമുക്ക് എത്ര സീറോസ് അതിൻ്റെ ആൻസറിൽ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈവൻ നമ്പേഴ്സ് അല്ലേ? സ്ക്വയർ ഓഫ് ഈവൻ നമ്പേഴ്സ് നമുക്ക് എപ്പോഴും എന്തെന്നെ കിട്ടുക? ഈവൻ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. സ്ക്വയർ ഓഫ് ഓഡ് നമ്പേഴ്സ് നമുക്ക് എപ്പോഴും എന്തെന്നെ കിട്ടുക? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഇത്ര മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. ഓക്കെ, ബൈ.